എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത്, മെഡിക്കൽ ഓഫീസർ, പ്രാണ നേച്ചർ ക്യൂർ ഹോസ്പിറ്റൽ, കൊല്ലം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കുടൽ ക്യാൻസറിനെ പറ്റിയിട്ടാണ്. എന്താണ് കുടൽ ക്യാൻസർ? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇത് നേരത്തെ തിരിച്ചറിയാൻ കഴിയുമോ? അതേപോലെ തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുമോ? ഇതിന് സർവൈവൽ റേറ്റ് എത്രയാണ്? അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് കുടൽ ക്യാൻസർ. കുടൽ എന്ന് പറയുമ്പോൾ വൻകുടൽ ആണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത്. കുടലിൽ തന്നെ അസെൻഡിങ് കൊളോൺ, ട്രാൻസ്വേഴ്സ് കൊളോൺ, ഡിസെൻഡിങ് കൊളോൺ, സിഗ്മോയിഡ് കൊളോൺ, റെക്ടം എന്ന് പറയുന്ന ഭാഗങ്ങളിൽ എവിടെ ക്യാൻസർ വന്നാലും അതിനെ നമ്മൾ കോളോറെക്ടൽ ക്യാൻസർ എന്നാണ് പറയുന്നത്. ഇതിൽ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾക്ക് മാറ്റാൻ കഴിയുന്നതും മാറ്റാൻ കഴിയാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ? ജനറ്റിക് ആയിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ലക്ഷണങ്ങളില്ലെങ്കിൽ പോലും ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പുരുഷന്മാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. പിന്നെയുള്ളതാണ് 50 വയസ്സ് കഴിഞ്ഞവരിൽ കൂടുതലാണ് കൊളോൺ ക്യാൻസർ വരുന്നതിന്. അതേപോലെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അത് ഫുഡിൻ്റെ കാര്യത്തിലായാലും എക്സർസൈസ്, ഉറക്കം, ഇതെല്ലാം അതിൽ തന്നെ വരും. ഫൈബർ കണ്ടൻറ്റ് കുറച്ചെടുക്കുന്നവരിലും അതേപോലെ തന്നെ ഫാറ്റ് കൂടുതൽ എടുക്കുന്നവരിലും ക്യാൻസർ പ്രവണത കാണുന്നുണ്ട്. ഫൈബറിൻ്റെ അളവ് കൂട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ അങ്ങനെയുള്ള ഉപയോഗമുള്ളവരാണെങ്കിൽ അത് തീർച്ചയായും നിർത്തേണ്ടതാണ്. അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ വെയിറ്റ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെയാണ് പ്രോസസ്ഡ് ഫുഡ്, പുറത്തു പോയിട്ടുള്ള ജങ്ക് ഫുഡ്, ബേക്കറി ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു വയറുവേദനയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ബവൽ ഹാബിറ്റ്സിൽ കുറച്ച് നാളായിട്ട് ചേഞ്ചസ്, അതായത് കുറച്ച് നാൾ മലബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത കുറച്ച് നാൾ ലൂസ് മോഷൻ പോലെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മലത്തിൽ ബ്ലഡോ കഫമോ അങ്ങനത്തെ എന്തെങ്കിലും കാണാറുണ്ട്. പിന്നെ ശ്രമിക്കാതെ തന്നെ വെയിറ്റ് ലോസ് ആകുന്ന ഒരു പ്രവണത. പിന്നെ പെട്ടെന്ന് അനീമിക് ആവുക. ബ്ലഡ് ഇപ്പം മലത്തിലൂടെ ധാരാളം പോകുന്നത് കൊണ്ട് അനീമിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്ഷീണം, തളർച്ച, പിന്നെ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതേപോലെ ടെനസ്നസ് എന്ന് പറയുന്ന ഒരു സെൻസേഷനാണ്. നമുക്ക് മോഷൻ പോകാനായിട്ട് തോന്നും, എന്നാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവാത്ത ഒരു ഫീല് പോലെ തോന്നും. അതേപോലെ തന്നെ മലത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം ഉണ്ടാവുക, സൈസിൽ വ്യത്യാസം ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ മലദ്വാരത്തിൻ്റെ വ്യാസം കുറയുക. ഇതിൻ്റെയൊക്കെ കാരണം അവിടെ ക്യാൻസർ ഇങ്ങനെ സൈഡിലേക്ക് വളർന്നു വരികയാണെങ്കിൽ മോഷൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ സൈസിൽ തന്നെ വ്യത്യാസം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കൊളോണോസ്കോപ്പിയോ അല്ലെങ്കിൽ സ്റ്റൂൾ ഒക്കൾട്ട് ടെസ്റ്റോ ഇങ്ങനത്തെ സ്ക്രീനിങ് ടെസ്റ്റുകൾ അവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിലൂടെ ഒരു ക്യാമറ ഇൻസേർട്ട് ചെയ്ത് ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പോളിപ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി തന്നെ റിമൂവും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അവരൊരു സസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബയോപ്സിക്ക് അയക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റും കൂടിയാണ്. അതുപോലെ തന്നെയാണ് സ്റ്റൂൾ ഒക്കൾട്ട് ടെസ്റ്റ്. ഇതിനകത്ത് നമ്മൾ കണ്ണാലെ ചിലപ്പോൾ കാണത്തില്ല ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ. ഈ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡിൻ്റെ അംശം എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്ന പ്രൊസീജിയർ മുന്നോട്ട് ചെയ്യാവുന്നതാണ്. ഇത് ജനറ്റിക് ആയിട്ടും വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജനറ്റിക് ആയിട്ട് ഫാമിലിയിൽ അച്ഛനോ അമ്മയ്ക്കോ അപ്പൂപ്പനോ അച്ചമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഉറപ്പായിട്ടും ഒരു കൊളോണോസ്കോപ്പി എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം അവർക്ക് ക്യാൻസർ പ്രവണത കൂടുതലാണ്. ഇത് നേരത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കൊളോൺ ക്യാൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ കൊളോണോസ്കോപ്പി വഴിയൊക്കെ നോക്കുകയാണെങ്കിൽ പോളിപ്പുകളാണ് വർഷങ്ങൾ കഴിയുന്നതിന് ശേഷം ക്യാൻസറിലേക്ക് തിരിയുന്നത്. അപ്പോൾ എന്തെങ്കിലും പോളിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് അവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്, അതായത് ക്യാൻസറിൻ്റെ പ്രവണതയാണ്. മലത്തിലൂടെ ബ്ലീഡിങ് പോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ പലരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ഒന്നും നോക്കാതെ നമ്മുടെ ഈവൻ ടോയ്ലറ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന ശീലവേ കറക്റ്റല്ല. എല്ലാവരും ഫോണും കൊണ്ടും ന്യൂസ് പേപ്പറും ഒക്കെ കൊണ്ടിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇരുന്ന് കാര്യം കഴിഞ്ഞിട്ട് ഫ്ലഷ് ചെയ്ത് പോവുകയാണ് പതിവ്. പക്ഷേ എന്നാൽ ചിലരിത് നോട്ട് ചെയ്യുന്നുണ്ടാവും. അത് വലിയ കാര്യമാക്കത്തില്ല, വല്ല പൈൽസോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണെന്ന് പറഞ്ഞിട്ട് അത് അവഗണിക്കുകയാണ് പതിവ്. പക്ഷേ ഇത് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ? കാരണം ചിലപ്പോൾ ഇത് ക്യാൻസർ ആയേക്കാം, ക്യാൻസറിന് കാരണമായേക്കാം. ഇനി നമുക്കിതിൻ്റെ സർവൈവൽ റേറ്റ് നോക്കാം. സർവൈവൽ റേറ്റ് എന്ന് പറയുമ്പോൾ 5 years ആണ്. അപ്പോൾ അത് പറയുന്നത് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 1ഉം 2ഉം വരുമ്പോൾ 85%ഓളമാണ്. എന്നാൽ സ്റ്റേജ് 3ഉം 4ഉം ഒക്കെ ആണെങ്കിൽ 15% ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാതെ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ചിലപ്പോൾ ജെനറ്റിക്കായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ലക്ഷണങ്ങൾ കാണിച്ചില്ലെങ്കിൽ പോലും പോയി ഒരു കൊളോണോസ്കോപ്പി എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഒരു 10 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു കൊളോണോസ്കോപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ പലപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നതാണ്, വയറ്റിൽ മലം കെട്ടിക്കിടക്കുന്നതും ഗ്യാസ് കെട്ടിക്കിടക്കുന്നതും ഒക്കെ ക്യാൻസറിന് കാരണമാകാറുണ്ടോ എന്ന്. ശരിക്കും ഇതൊരു പരിധി വരെ ക്യാൻസറിന് കാരണമായേക്കാം. നമ്മൾ ചിലപ്പോൾ അവഗണിക്കുന്ന ഒന്നും കൂടി ആയിരിക്കും ഇത്. നമ്മുടെ വയറ്റിൽ നിന്ന് മലം പോവാതെ നിൽക്കുമ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം എന്നൊന്നും ആരും പ്രത്യേകിച്ച് പോയി തിരക്കാറില്ല. എന്നാൽ ഇത് അങ്ങനെ വിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതല്ലാതെ വീട്ടിൽ തന്നെ മാറ്റാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുക, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക. അതായത് വെള്ളം കുടിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അതിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയത് കഴിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിലും മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ ഗട്ടിലെ ബാക്ടീരിയയുടെ പ്രശ്നവും കൂടെയാണ്. ഇത് മലം കെട്ടിക്കിടക്കുന്നതായാലും ഗ്യാസിൻ്റെ ആയാലും ചിലപ്പോൾ ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നുള്ള ഒരു രോഗാവസ്ഥയും ആയിരിക്കാം. അതുകൊണ്ട് ഉറപ്പായിട്ടും അതെന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഗട്ട് ക്ലിയർ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ കുടലിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടെന്ന്. അത് നല്ല ബാക്ടീരിയാസും ഉണ്ട്, ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ നല്ല ബാക്ടീരിയാസ് ആയാലും ചീത്ത ബാക്ടീരിയ ആയാലും അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പ്രത്യേകിച്ച് ഇതേപോലത്തെ മലം കെട്ടിക്കിടക്കുന്നതും ഗ്യാസ് ഉണ്ടാകുന്നതും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ ബാക്ടീരിയാസിൻ്റെ അളവ് കൂടാൻ സാധാരണ നമ്മൾ അളവ് കുറയുമ്പോൾ ഉള്ള കാര്യമാണ് കൂടുതലും പറയുന്നത്, പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് ഒക്കെ എടുക്കാൻ. പക്ഷേ ഇത് കൂടുമ്പോൾ ഉള്ളത് നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ഇത് ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുന്നത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദഹനം കറക്റ്റ് ആവാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇതേപോലെ ബാക്ടീരിയാസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസും ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഗ്യാസിൻ്റെ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അൻറ്റാസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് ദഹനരസം, അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെഞ്ചരിച്ചിലും കാര്യങ്ങളും ഉള്ളവരൊക്കെ അത് കഴിക്കാറുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിച്ച് നമ്മുടെ വയറ്റിലുള്ളിലെ ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബാക്ടീരിയാസിൻ്റെ ഓവർ ഗ്രോത്ത് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അവിടെ ഗട്ട് മൈക്രോബ്സും കറക്റ്റ് ഒരു അളവിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇത് കുറയുമ്പോൾ ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ദഹനം പ്രോപ്പറായിട്ടില്ലെങ്കിലും ഇതേ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് വരാം, ബാക്ടീരിയൻ്റെ ഓവർ ഗ്രോത്ത് ഉണ്ടാവാം. പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുക. ഒന്നെങ്കിൽ അരമണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ശേഷവും മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ദഹനരസമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫുഡൊന്നും ഡൈജസ്റ്റ് ചെയ്യാതെ ദഹനം നടക്കാതെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസീസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏജ് ഒരു ഫാക്ടറാണെന്ന്. ഏജ് എന്ന് പറയുമ്പോൾ ഏജ് കൂടുന്തോറും നമ്മൾക്ക് ശരീരത്തിൽ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ കപ്പാസിറ്റി അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് നോർമലി ബോഡിയിലൊരു സെൽഫ് ഡിസ്ട്രക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ദിവസവും കോടാനുകോടി കോശങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഊർജ്ജമായി മാറുന്നു, അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്നാൽ ഏജ് കൂടുന്തോറും ഈ ഒരു പ്രക്രിയ കുറഞ്ഞു വരും. അപ്പോൾ ഇതേ കോശങ്ങളെല്ലാം അടിഞ്ഞുകൂടി അവിടെ ഇരുന്ന് അത് ക്യാൻസർ ഫോർമേഷനിലേക്ക് മാറുന്നതാണ്. അതാണ് ഏജ് കൂടുമ്പോൾ ക്യാൻസർ പ്രവണത കൂടുതലാണെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ കുടലിലെ ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോൾ നമുക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുമെന്ന്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈറ്റമിൻ B12, കാൽഷ്യം, അയൺ, തയാമിൻ, നയാസിൻ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മുടെ ശരീരത്തേക്ക് അബ്സോർബ് ആകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. ഇപ്പോൾ അയൺ കുറയുകയാണെങ്കിൽ അനീമിക് ആകും, അതേപോലെ കാൽഷ്യം കുറയുകയാണെങ്കിൽ എല്ല് തേയ്മാനം ഉണ്ടാകും,
അതേപോലെ തന്നെ B12 ഒക്കെ ഡെഫിഷ്യൻസീസ് വരുവാണെങ്കിൽ നമുക്ക് അഗെയിൻ അനീമിക് ആകുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഏജ് ഒരു ഫാക്ടറാണെന്ന്. അതേപോലെ തന്നെയാണ് ഏജ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് നമ്മുടെ സ്റ്റൊമക്കിലെ ദഹനരസത്തെയും കുറയ്ക്കും. കാരണം കുറയ്ക്കും എന്നല്ല, ഏജ് കൂടുന്തോറും ഈ ഒരു ദഹനരസത്തിൻ്റെ സെക്രീഷനും കുറയും. അതേപോലെ തന്നെയാണ് ഡയബറ്റിക് പേഷ്യൻസിലും ആ ഒരു ആസിഡ് pHന് വ്യത്യാസം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ദഹനത്തിന് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഓക്കെ, നമുക്കിനി എങ്ങനെ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിനെ മാനേജ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഷുഗർ കണ്ടന്റ് തന്നെയാണ് കുറയ്ക്കേണ്ടത്. ഷുഗറിൻ്റെ കണ്ടന്റ് ഓവറായിട്ട് ചെല്ലുമ്പോൾ ഇത് വളരാനുള്ള ചാൻസ് കൂടുതലാണ്, അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഷുഗർ കണ്ടന്റ് കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇത് പലതരത്തിൽ ഉള്ള ബേക്കറി പലഹാരങ്ങളിൽ, പിന്നെ നമ്മൾ കുടിക്കുന്ന കൊക്കക്കോള, പെപ്സി, മിറിണ്ട, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതിനൊക്കെ ഹൈ കണ്ടന്റ് ഷുഗറാണ്. അല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളിലും ഷുഗർ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഷുഗർ പേഷ്യൻസ്, ഒബേസിറ്റി, ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോയാൽ നല്ലതാണ്. അതേപോലെ നമ്മൾ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും എടുക്കാറുണ്ട്. അത് ബാക്ടീരിയ കുറഞ്ഞ ഒരു സ്ഥിതിയിലാണ് നമ്മൾ അത് എടുക്കാറ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ വേറെ പല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്ന് മാനേജ് ചെയ്ത് കൊടുക്കുക, നമ്മളൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊന്ന് ഒഴിവാക്കുക. അപ്പോൾ ഇതൊന്ന് ശരിയായി വരും. അപ്പോൾ ഈ പ്രീബയോട്ടിക്കിലും പ്രോബയോട്ടിക്കിലും ഒക്കെ വരുന്നത് തന്നെയാണ് ഫൈബറും. ഇപ്പോൾ ഫൈബറൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ അധികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും നമ്മൾ വെജിറ്റബിൾസിലും സോല്യുബിൾ ഫൈബേഴ്സ്, ഇൻസോല്യുബിൾ ഫൈബേഴ്സും ഒക്കെ എടുക്കുന്നവരാണ്, അതും ഗട്ട് ഹെൽത്ത് നേരെയാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ സമയത്ത് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പയറ്, കടല, പിന്നെ വെജിറ്റബിളിലെ ക്രൂസിഫർ വെജിറ്റബിൾ എന്ന് പറയുന്ന കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ്, ഇതൊക്കെ കുക്ക് ചെയ്ത ഉടനെ ചൂടോടെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ ഒന്ന് വേർതിരിയും. അപ്പോൾ അതിൻ്റെ ആ ഒരു സാധാ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ചൂടോടെ കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ, അതൊരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നും രാവിലെ ആഹാരത്തിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ആഹാരം കഴിച്ചിട്ടോ കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ആസിഡ് പ്രൊഡക്ഷനെ കൂട്ടുകയും ചെയ്യും. അപ്പോൾ ആസിഡ് പ്രൊഡക്ഷൻ കറക്റ്റായിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള വയറ്റിലുള്ള ദഹനരസമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കുകയും അതേപോലെ ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്ത് തടയുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്